നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തൃശൂർ കുന്നുംകുളത്ത് നാടിനെ നടുക്കിയ അരുംകൊല. വീട്ടമ്മയെ രാത്രി വീട്ടിൽ കയറി അതിദാരുണമായി വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുകയാണ്. വീട്ടമ്മയുടെ ഭർത്താവ് കടയിൽ നിന്നും മടങ്ങി വന്നപ്പോൾ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ഭാര്യയാണ് കണ്ടത്. ഭർത്താവ് കടയിൽ പോയ സമയം നോക്കിയായിരുന്നു കൊലപാതകി എത്തിയത്. ബന്ധുവാണ്, അതായത് സഹോദരിയുടെ ഭർത്താവാണ് ഇത്തരത്തിലൊരു അരുംകൊല നടത്തിയിരിക്കുന്നത്. കുന്നംകുളം ആർത്താറ്റ് പള്ളിക്ക് സമീപമാണ് കൊലപാതകം. ഇവിടെ നാടഞ്ചേരി വീട്ടിൽ സിന്ധു മണികണ്ഠനെയാണ് കൊലപ്പെടുത്തിയത്. 55 വയസ്സായിരുന്നു. ഇവരുടെ സഹോദരി ഭർത്താവ് അറസ്റ്റിലായി. രാത്രി 8 മണിയോടെയായിരുന്നു കൊലപാതകം. സിന്ധുവിന്റെ ഭർത്താവ് വീട്ടു സാധനങ്ങൾ വാങ്ങാൻ പുറത്തുപോയി. ഈ സമയത്ത് പ്രതി വീട്ടിലെത്തി കൊലപാതകം നടത്തി. കറുത്ത ടീഷർട്ടും മാസ്കും ധരിച്ച ഒരാളെ വീട്ടിൽ കണ്ടതായി അയൽക്കാർ പറഞ്ഞു. ഇതിനെ തുടർന്ന് നാട്ടുകാർ നടത്തിയ തിരച്ചിലിന്റെ ഒടുവിലാണ് ഇയാളെ ചീരംകുളത്ത് നിന്ന് പിടികൂടിയത്. സിന്ധുവിന്റെ ശരീരത്തിൽ നിന്നും ആഭരണങ്ങൾ നഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ മോഷണ ശ്രമമാണ് കൊലപാതകത്തിന് പിന്നിലെന്ന സംശയം ശക്തമായി. എന്നാൽ പിടിയിലായത് സഹോദരി ഭർത്താവാണെന്ന് വ്യക്തമായതോടെ മറ്റെന്തെങ്കിലും ഉണ്ടാകും എന്ന നിഗമനത്തിലാണ് പോലീസ്. ഇതേക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. സിന്ധുവിന്റെ ശരീരത്തിൽ നിന്ന് കാണാതായ സ്വർണ്ണാഭരണങ്ങൾ ഇയാളിൽ നിന്ന് കണ്ടെത്തി. വീടിനടുത്ത് മാസ്ക് ധരിച്ച് കറുത്ത വസ്ത്രങ്ങളുമായി യുവാവ് കറങ്ങിത്തിരിയുന്നത് നാട്ടുകാർ കണ്ടിരുന്നു. നാട്ടുകാർക്ക് സംശയം തോന്നി. പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. 55-കാരിയായ സിന്ധുവിന്റെ ഭർത്താവ് വീട്ടു സാധനങ്ങൾ വാങ്ങാൻ പുറത്തുപോയ സമയത്താണ് കൊലപാതകം. വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. കൊല്ലപ്പെട്ട വീട്ടമ്മയുടെ ഭർത്താവ് മണികണ്ഠൻ ഗൾഫിലായിരുന്നു. നാട്ടിൽ വന്ന ശേഷം വീടിനോട് ചേർന്ന് ധാന്യങ്ങൾ പൊടിക്കുന്ന മില്ല് നടത്തുകയായിരുന്നു. മരിച്ച സിന്ധുവാണ് മില്ലിന്റെ നടത്തിപ്പ്. വൈകുന്നേരത്തോടെ ഈ വീട്ടിൽ നിന്ന് ബഹളം കേട്ട് അയൽവീട്ടിലെ സ്ത്രീ ശ്രദ്ധിച്ചു. പക്ഷേ സിന്ധുവിന്റെ വീട്ടിൽ നിന്ന് മാസ്ക് ധരിച്ച ഒരാൾ വീടിന്റെ അടുക്കള ഭാഗത്ത് നിന്നിറങ്ങി പാടം വഴി നടന്നു പോകുന്നത് ഇവർ കണ്ടിരുന്നു. പിന്നീട് ഭർത്താവ് വീട്ടിലെത്തിയപ്പോഴാണ് കൊലപാതക വിവരം അറിയുന്നത്. വെട്ടേറ്റ് കഴുത്ത് അറുത്തു മാറ്റിയ നിലയിലാണ് ഇവരുടെ മൃതദേഹം കിടന്നിരുന്നത്. കരച്ചിൽ കേട്ട് അടുത്ത വീട്ടുകാർ വന്ന് നോക്കിയെങ്കിലും വാതിൽ ചാരിയ നിലയിൽ കണ്ടതോടെ തിരിച്ചുപോയി. മണികണ്ഠൻ തിരികെ വീട്ടിലെത്തിയപ്പോൾ മാത്രമാണ് കൊലപാതക വിവരം അറിഞ്ഞത്. അരുംകൊലയാണ് നടന്നിരിക്കുന്നത്. നാടിനെ നടുക്കിയ ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. അയൽവാസികൾ ബഹളം കേട്ടു. പക്ഷേ അവർ കണ്ട കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ വിവരിച്ചു കഴിഞ്ഞു. എന്തായാലും എന്താണ് കൊലപാതക കാരണം, എന്താണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നതടക്കമുള്ള വിശദാംശങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. എന്തായാലും പ്രതി പിടിയിലായിരിക്കുന്നു. പ്രതിയെ ചോദ്യം ചെയ്തതിനു ശേഷം മാത്രമേ കൂടുതൽ വിവരങ്ങളിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. അതേസമയം മറ്റൊരു വാർത്ത കൂടി നോക്കാം. കോഴിക്കോട് കൂടരഞ്ഞി വഴിക്കടവിൽ ട്രാവലർ മറിഞ്ഞ് 7 വയസ്സുകാരി മരിച്ചു. നിലമ്പൂർ ഭാഗത്ത് നിന്ന് പൂവാറന്തോടിൽ നിന്ന് മടങ്ങുന്ന കുടുംബമാണ് കുളിരാമുട്ടി കഴിഞ്ഞുള്ള വഴിക്കടവിന് സമീപം അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റ 10ഓളം പേരെ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. വൈദ്യുത പോസ്റ്റ് ഇടിച്ചു തകർത്താണ് ട്രാവലർ മറിഞ്ഞത്. കുളിരാമുട്ടി ഇറക്കം കഴിഞ്ഞുള്ള വളവിന് സമീപം 1 മണിയോടെയാണ് അപകടമുണ്ടായത്. ചിലരുടെ പരിക്ക് ഗുരുതരമാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.